18 വാർത്ത സ്ഥിരീകരിച്ച കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ. സുധാകരനെ ഉടൻ മാറ്റില്ല. ദേശീയ നേതൃത്വം നടത്തിയ കൂടിക്കാഴ്ചയെ തെറ്റായി വ്യാഖ്യാനിച്ചത് മാധ്യമ സൃഷ്ടിയെന്നും വേണുഗോപാൽ പറഞ്ഞു. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, നേരത്തെ മുതൽ കെ.പി.സി.സി അധ്യക്ഷനെ മാറ്റും എന്ന് മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും അതുടനെ ഉണ്ടാകില്ല, വലിയ സമ്മർദ്ദം തുടരുന്നുണ്ട്, സുധാകരന് വേണ്ടി വാദിക്കുന്നവരും ശക്തരാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അതിപ്പോൾ സ്ഥിരീകരിക്കുകയാണ് കെ.സി. വേണുഗോപാൽ. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, നിലവിൽ ഒരു വർഷം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ബാക്കിയുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. അതോടൊപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും എപ്പോൾ വേണമെങ്കിലും എന്നൊരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നതിനിടയിൽ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ. സുധാകരനെ മാറ്റിയാൽ കോൺഗ്രസിനുള്ളിൽ അത് വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെക്കുമെന്ന് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡ് നേതൃത്വത്തെ അറിയിച്ചതോടെയാണ് സമഗ്ര പുനഃസംഘടന എന്ന വിഷയത്തിൽ നിന്ന് നേതൃത്വം തൽക്കാലത്തേക്കെങ്കിലും പിൻവലിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ക്രൈസ്തവ സഭാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ക്രൈസ്തവ സഭയുടെ ഭാഗമായ ഒരാളെ കെ.പി.സി.സി തലപ്പത്തേക്ക് കൊണ്ടുവരാൻ ഉള്ള ആലോചനയായിരുന്നു ഹൈക്കമാൻഡ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ പൊടുന്നനെ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അത് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കാനിടയുള്ള സംഘടനാ പ്രശ്നങ്ങൾ കൃത്യമായി മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. അതിനിടെ കെ. സുധാകരൻ, എ.കെ. ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കുക കൂടി ചെയ്തതോടെയാണ് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടി നീക്കം നടത്തിയവരുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തിരിച്ചടിയായത്. അതേസമയം പുതുപ്പള്ളിയിൽ ആന്റണി എം.പിയെ കെ.പി.സി.സി അധ്യക്ഷനായി പ്രഖ്യാപിക്കുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടയിൽ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ നിന്ന് ആഘോഷ പരിപാടികൾ തുടങ്ങുന്നതിന് വേണ്ടി ഒരുക്കങ്ങളെല്ലാം ഇന്ന് തന്നെ പൂർത്തിയായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഡാൻ കുര്യൻ, തിരുവനന്തപുരത്ത് നിന്നും.